ഹായ് ഹലോ എവരി വൺ. സോ ഇന്ന് നമ്മൾ FMSM എക്സാം കഴിഞ്ഞു. സോ SM പേപ്പറിന്റെ എമ്മിന്റെ അതായത് FMSMനകത്ത് SM ക്വസ്റ്റ്യൻ പേപ്പറുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. ആസ് യു നോ ഞാൻ FM എടുക്കാറില്ല, അതുകൊണ്ട് തന്നെ FM പോർഷൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നില്ല. ഓൺലി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സെക്ഷൻ ബി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഏരിയ മാത്രമാണ് നമ്മൾ ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്നത്. സോ മോർ ദാൻ ദാറ്റ് ഇന്നിപ്പോ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഒരു 14 ദിവസമായിട്ട് ഈ ഒരു എക്സാം എസ്പെഷ്യലി ബോത്ത് ഗ്രൂപ്പ് സ്റ്റുഡൻസ് ഒക്കെ അനുഭവിക്കുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട് ഇപ്പം. അതായത് ഈ ഒരു ഡേറ്റ് വരാൻ വേണ്ടി ഒരുപാട് ദിവസമായിട്ട് നമ്മൾ കാത്തു നിൽക്കുന്നുണ്ടാവും. അതായത് എങ്ങനെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി. ഇപ്പൊ എക്സാം ഈസി ആയാലും ശരി, ടഫ് ആയാലും ശരി, ഇന്നത്തെ ദിവസം നമ്മൾ അനുഭവിക്കുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട്. സോ നന്നായിട്ട് റെസ്റ്റ് ഒക്കെ എടുക്കാം. സോ വാട്ട്സ് എവർ. സോ എക്സാം കഴിഞ്ഞ പാടെ കുട്ടികൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ലൈക്ക് എക്സാം ഈസി ആയിരുന്നു എന്നും എക്സാം ടഫ് ആണെന്നും ഒക്കെ. ഒരു മിക്സഡ് റിവ്യൂ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിവേ, ഇപ്പം കുട്ടികളുടെ എനിക്ക് വന്ന മെസ്സേജസിന്റെ ഒരു ബേസിസിൽ കൺക്ലൂഷനിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് FM ഏരിയ അത്യാവശ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. SM ഏരിയ വലിയ കുഴപ്പമില്ല. FM വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് SM ഏരിയ വാസ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഓവറോൾ ഒന്ന് വായിച്ചു നോക്കി. എനിവേ നമുക്ക് FMSMന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂലേക്ക് തന്നെ കടക്കാം. അതേപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിന്റെയൊക്കെ ഒരു പുതിയൊരു വീഡിയോ തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. വാട്ട് നെക്സ്റ്റ്, എക്സാംസ് ആർ ഓവർ, വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണ്, ബോത്ത് ഗ്രൂപ്പ് എഴുതി കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം. ഒരു ഗ്രൂപ്പാണ് ഞാനിപ്പോൾ എഴുതിയത്, സെക്കൻഡ് ഗ്രൂപ്പിന് എങ്ങനെ എവിടെ വെച്ച് പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ എനിവേ ലെറ്റ്സ് ബിഗിൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ. ജസ്റ്റ് എ സെക്കൻഡ്. സോ FMSMന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ FMന്റെ ഏരിയ ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്, ഞാൻ നോക്കുന്നില്ല. സ്ട്രേറ്റ് അവേ ഐ ആം മൂവിങ് ഓൺ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സെക്ഷൻ ആണ്, സെക്ഷൻ ബി. ഓക്കെ, സോ സെക്ഷൻ ബിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഹാർഡ് ആൻഡ് സോഫ്റ്റ് എലമെന്റ് ഉണ്ട്. സോ വി നോ മെക്കൻസി 7S മോഡൽ. എടാ, ഇതൊരു നമ്മുടെ പുതിയ സിലബസിനകത്ത് പുതിയതായിട്ട് വന്നൊരു ആഡ് ഓൺ ചെയ്ത ടോപ്പിക് ആണ്. ഇതൊരു ആഡ് ഓൺ ടോപ്പിക് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഡ് ഓൺ ടോപ്പിക്സ് ഓഡിറ്റിലായാലും ശരി SM-ലായാലും ശരി കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആഡ് ഓൺ ടോപ്പിക്സിൽ തന്നെ 5 മാർക്കിന്റെ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്തൊരു ടോപ്പിക് ആണ്. സോ ഹാർഡ് ആൻഡ് സോഫ്റ്റ് എലമെന്റ്സ്, അതായത് മെക്കൻസി 7S മോഡൽ അല്ലെ. സോ ബ്രീഫ്ലി ഡിസ്കസ് ദ സ്ട്രാറ്റജിക് മോഡൽ, അതുപോലെ തന്നെ അതിന്റെ ലിമിറ്റേഷൻസ് നമ്മൾ ഓൾറെഡി ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്ത ടോപ്പിക് ആയതുകൊണ്ട് അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോയിട്ടുണ്ടാവുന്നത് അല്ലെ. യെസ്. സോ ഇനി ഞാൻ ആ ക്വസ്റ്റ്യൻ കൂടുതൽ വായിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ആഡ് ഓൺ ടോപ്പിക് ആണ്, അമെന്റ്മെന്റ് ആണ്, പുതിയതായിട്ട് ഈ ഒരു സിലബസിനകത്ത് ആഡ് ഓൺ ചെയ്തൊരു ടോപ്പിക് ആണ്. ഇനി അടുത്തത് വരികയാണെങ്കിൽ Elvis Global is a famous OTT platform, fierce competition. ഫൈൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല. ഇവിടെ ഇത് സിമിലർ ക്വസ്റ്റ്യൻ നമ്മുടെ SM ടെക്സ്റ്റ് ബുക്കിലാണോ RTPയിലോ MTPയിലോ ഓൾറെഡി ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേ സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു പേര് മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത്. സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ ഉണ്ട്, രമേശ് ശർമ്മ എന്നോ അങ്ങനെ എന്തോ ആണ് ക്വസ്റ്റ്യന്റെ പേര്. ഇനി വാട്ട് എവർ. സോ ഇവിടെ പറയുന്നത് രാഘവ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, പുള്ളി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ ആണ്. അപ്പൊ പുള്ളി ഏത് ലെവലാണ് വരുന്നത്, അതേപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് SM. സോ നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ ചാപ്റ്റർ ആണ്, വളരെ കുറച്ച് കണ്ടന്റ്സ് മാത്രമുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ ചാപ്റ്ററും ഈക്വൽ വെയിറ്റേജ് ആണ്. ഓരോ ചാപ്റ്റർ 10 മാർക്കിന് ക്വസ്റ്റൻസ് എങ്ങനെ ഉണ്ടാവും. സോ ഫസ്റ്റ് ചാപ്റ്ററിന് ഇവിടെ 5 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോ അഡ്വാൻറ്റേജ് നമ്മുടെ ബെനിഫിറ്റ്സ് ഓഫ് SM ആസ് വെൽ ആസ് ഏത് ലെവൽ. സോ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ, സോ മോസ്റ്റ് പ്രോബബ്ലി ഫങ്ഷണൽ ലെവൽ ആണ്. അതേപോലെ തന്നെ എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് SM. അപ്പൊ നിങ്ങൾ ബെനിഫിറ്റ്സ് ഓഫ് SM എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡയറക്ട്ലി എന്താ പറയാ, ആ പഠിച്ചു വെച്ച ബൈ ഹാർട്ട് അടിച്ച ആൻസർ അതുപോലെ എഴുതരുത്. നമ്മുടെ കേസ് സ്റ്റഡിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് വാട്ട്സ് എവർ. സോ അവിടെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നു. അതിനുശേഷം വന്നിട്ടുള്ളത് ഓക്കെ, സ്ട്രേറ്റ് അവേ ഇവിടെ തന്നെ വരാം. ഡിസ്കസ് ദ ടേം ബിസിനസ് എൻവയൺമെന്റ്, എക്സ്പ്ലെയിൻ ഡിഫറൻസ് വേസ് ഇൻ വിച്ച് ഇന്ററാക്ഷൻ. സോ ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഡേ ലാസ്റ്റ് ഔട്ടാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഉണ്ടാവണം ഈ ഒരു ടോപ്പിക്. ഐ തിങ്ക് ഞാൻ ഓൾറെഡി ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. സോ ദാ ബിസിനസ് എൻവയൺമെന്റ് ഓൾറെഡി നമ്മളിത് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിൽ എനിക്കൊന്ന് ഏറ്റവും അവസാനത്തോട്ടാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ എടുത്തിട്ടുള്ളത്, ഈ ഒരു ടോപ്പിക്. സോ ഞാൻ ആക്ച്വലി ഈ ഒരു ടോപ്പിക് ചോദിക്കുന്നു പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആക്ച്വലി ഇത് ചോദിച്ചു. വാട്ട് എവർ, നമുക്ക് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ് എന്ന് പറഞ്ഞ പോലെ SM-നകത്ത് ICA. എനിവേ, ഇന്നോവേഷൻ ആക്ച്വലി ഇതും ഒരു അമെന്റ്മെന്റ് ടോപ്പിക് ആണ്. നമ്മുടെ ചാപ്റ്റർ നമ്പർ 4-നകത്ത് നമ്മുടെ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസിനകത്ത്
എക്സ്പാൻഷൻ സ്ട്രാറ്റജീസിനകത്ത് വന്നിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നോവേഷൻ. സോ ഇത് വളരെ സിമ്പിൾ ടോപ്പിക് ആയിരുന്നു. ഇതും ഒരു എമൻമെന്റ് ടോപ്പിക് ആണ്. എമൻമെന്റ് ടോപ്പിക്കിനകത്ത് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ കൂടി വന്നു, 5 മാർക്ക്, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആസ് ഓഫ് നോ എമൻമെന്റിനകത്ത് വന്നു. പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്ത ടോപ്പിക്സിനകത്ത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ നമ്മൾ ജസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എത്തിയിട്ടേ ഉള്ളൂ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്ട്രാറ്റജിക് അൺസർട്ടനിറ്റീസ്. ഇതും നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ എനിക്കൊന്ന് റെക്കോർഡ് ക്ലാസ് ഏറ്റവും അവസാനത്തോട്ട് എടുത്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതൊക്കെ റെക്കോർഡ് ക്ലാസ്സിനകത്ത്. ഇതും നമ്മൾ ഓൾറെഡി എവിടെയാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഓൾറെഡി ഇതൊക്കെ ഉണ്ട്. ദ സ്ട്രാറ്റജിക് അൺസർട്ടനിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക് ആയിരുന്നു. അതും നമ്മൾ ഓൾറെഡി ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ് ഇത്. ഐ തിങ്ക് ദിസ് ഇസ് ഫ്രം ചാപ്റ്റർ നമ്പർ 2 ആണ് തോന്നുന്നു എടുത്തിട്ടുള്ളത്. എനിവേ ഫൈൻ, സ്ട്രാറ്റജിക് അൺസർട്ടനിറ്റീസ് അതിനെ കുറിച്ച് എഴുതണം. പിന്നെ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് പ്രോഡക്റ്റ്. വെരി ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തത്. കാരണം ഇതിന്റെ ആൻസർ കണ്ടാൽ ഞാൻ ഈ ഒരു ടോപ്പിക് ചോദിക്കുന്നത് തീരെ തന്നെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം ഒരു പ്രോഡക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, ഇതൊരു പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്ത ടോപ്പിക്കാണ്. ഇതും അമെൻമെന്റ് ടോപ്പിക്കാണ്, സിലബസിനകത്ത് പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്ത ടോപ്പിക്കാണ്. ഇത് നമ്മുടെ ചാർട്ട് ബുക്ക് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എസ് ചാർട്ട് ബുക്ക് ഉണ്ട്, 24 പേജസിന്റെ പവർ ചാർട്ട്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും നമ്മുടെ പവർ ചാർട്ടിനകത്തുണ്ട്. ഓൾമോസ്റ്റ് അല്ല, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ചാർട്ട് ബുക്കിനകത്തുണ്ട്. പക്ഷെ ഡീറ്റെയിൽഡ് അല്ല, ചാർട്ട് ബുക്ക് ആണല്ലോ. ഈ ഒരു ടോപ്പിക്കാണ് ഇത്. ആക്ച്വലി ഞാനിത് എനിക്കൊന്ന് റെക്കോർഡ് ക്ലാസ്സിലായാലും ശരി, ഓഫ്ലൈൻ ക്ലാസ്സിലായാലും ശരി, ഈ ഒരു ടോപ്പിക് ചോദിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന രീതിയിലാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ICA ആണ്, എന്തും നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും ചില സമയത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു? എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ആ ക്വസ്റ്റ്യൻ ആൻസർ തന്നെ നിങ്ങളൊന്ന് നോക്ക്. പ്രോഡക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പ്രോഡക്റ്റ് ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം. പിന്നെ പ്രോഡക്റ്റിന് ഒരു പ്രൈസ് ഉണ്ട്, പ്രോഡക്റ്റ് ഒരു യൂസ്ഫുൾ ലൈഫ് ഉണ്ട്, പ്രോഡക്റ്റ് ബിസിനസിന് ഇമ്പോർട്ടന്റ് ആണ്, പ്രോഡക്റ്റ് ഷുഡ് ഗിവ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കസ്റ്റമർ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എനിവേ വാട്ട് എവർ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മിഷൻ സ്റ്റേറ്റ്മെന്റ്, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെന്റ്. ഒബ്വിയസ്ലി നമ്മളിത് ഫസ്റ്റ് ചാപ്റ്ററിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ചാപ്റ്റർ നമ്പർ 1 നിന്നും തന്നെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ ചോദിച്ചത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ചാപ്റ്ററും ഈക്വൽ വെയിറ്റേജ് ആണ്. നമുക്കറിയാം ചാപ്റ്റർ 2ഉം ചാപ്റ്റർ 5ഉം അത്യാവശ്യം ലെങ്തി ആണ്. പക്ഷെ ചാപ്റ്റർ 1, ചാപ്റ്റർ 3, ചാപ്റ്റർ 4 ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് 30 മാർക്കിന് എന്ത് ചെയ്യാം, 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നമുക്ക് കാണാം ചാപ്റ്റർ 1 നിന്നും 10 മാർക്കിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മിഷൻ സ്റ്റേറ്റ്മെന്റ് അതിന്റെ സിഗ്നിഫിക്കൻസും അതും നമ്മുടെ ബുക്കിനകത്തുണ്ട്. ഒബ്വിയസ്ലി ബുക്കിനകത്ത് ഉണ്ടാവണല്ലോ. എവിടെയാണുള്ളത് സ്ട്രാറ്റജിക് ഇന്റന്റ് മിഷൻ നമ്മുടെ ടോപ്പിക്സ്. ഓക്കെ, ഈ ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. നമ്മളിത് ഒരു ട്രിക്ക് ഒക്കെ വെച്ചിട്ട്, പക്ഷേ യുനാനിമിറ്റി ഓഫ് പർപ്പസ്, സെയിം ബട്ട് ഡിഫറെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ടു എസ്റ്റാബ്ലിഷ് ജനറൽ ടോൺ ബേസിസ് ഫോർ, നമ്മൾ മറ്റേ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടൊക്കെയാണ് നമ്മൾ ഇതൊരു ചാർട്ട് പോലെ ഒക്കെ ഇട്ടാണ് റെക്കോർഡ് ക്ലാസ്സിലും അതിലും ഓഫ്ലൈൻ ക്ലാസ്സിലും ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. ഐ ഹോപ്പ് ഇതും നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവണം. വാട്ട് എവർ. നെക്സ്റ്റ്, വാട്ട് ആർ ചാനൽസ്? എടാ നോക്കണേ, ഇപ്പൊ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് അമെൻമെന്റ് ക്വസ്റ്റ്യൻസ് വന്നു. ആദ്യം ഒരു 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അമെൻമെന്റ്, ഇവിടെ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അമെൻമെന്റ്, ഇവിടെയും ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അമെൻമെന്റ്. ഇവിടെ പ്രൊഡക്റ്റ്, ഇതും പുതുതായിട്ട് ആഡ് ഓൺ ചെയ്ത ടോപ്പിക്കാണ് അമെൻമെന്റ്സ്. അതിനുശേഷം ഇവിടെ വീണ്ടും ഒരു അമെൻമെന്റ്സ്, ഇതും പുതുതായിട്ട് ആഡ് ഓൺ ചെയ്ത ടോപ്പിക്കാണ് ചാനൽസ്. ഇത് നമ്മുടെ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത റിവിഷൻ വീഡിയോ, ചാപ്റ്റർ 3യുടെ റിവിഷൻ വീഡിയോസിനകത്തും ഞാൻ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 3 ടൈപ്സ് ഓഫ് ചാനൽ നമ്മുടെ റിവിഷൻ വീഡിയോസിനകത്തും ഞാൻ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാനൽ, പ്രൊഡക്റ്റ് ചാനൽ, സെയിൽസ് ചാനൽ, സർവീസ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടോപ്പിക് അഗെയിൻ ഫോർ 5 മാർക്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇത് പഴയ സിലബസ് മുതലുള്ള ടോപ്പിക്കാണ്. വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ, ഫോർവേഡ് ഇന്റഗ്രേഷൻ, ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതേപോലെ തന്നെ ഇത് സ്റ്റഡി മെറ്റീരിയൽ ഡിറ്റോ ക്വസ്റ്റ്യൻ ആണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. ടൂൾ ടു അനലൈസ് കോമ്പറ്റീറ്റീവ് പൊസിഷൻ ഫോർ റൈവൽ കമ്പനീസ്, നമ്മുടെ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ് അല്ലെ. ഇത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ, ഡിറ്റോ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തില് പേപ്പർ വാസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. അത്ര ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെന്താണ്, ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് അല്ല എന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻസും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇവൻ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. പ്രോഡക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവൻ ഞാനും പ്രതീക്ഷിച്ചില്ല അത്രയും സിമ്പിൾ ഒക്കെ ചോദിക്കുന്നു. പക്ഷെ അതും ചോദിച്ചിട്ടുണ്ട്. ICA ആണ്, എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ്. FM-ന്റെ പേപ്പർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതേപോലെ തന്നെ SM-ന്റെ പേപ്പർ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാം.
സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ റിവ്യൂ. സോ പേപ്പർ ഒരു എബവ് ആവറേജ് ആണെന്ന് ഞാൻ പറയും. ഡിഫിക്കൽട്ട് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഡിഫിക്കൽട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ചെയ്യാം എന്താണെന്ന്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എമൻമെന്റ് ടോപ്പിക്സ് എത്ര മാർക്കിന് വന്നു. ആകെ കൂടെ 50 മാർക്കിനാണ് നമ്മുടെ പേപ്പർ വരുന്നത്. ആ 50 മാർക്കിനകത്ത് MCQ കഴിഞ്ഞ് ബാക്കിയുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനകത്ത് 5, 10, 15, 20 മാർക്കിന് ആഡ് ഓൺ ടോപ്പിക്സ് ആണ്. പുതിയതായിട്ട് സിലബസിൽ ആഡ് ഓൺ ചെയ്ത ടോപ്പിക്സിൽ നിന്നാണ് 20 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഞാൻ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്, ഈ എപ്പോഴും സിലബസ് മാറ്റം വരുന്ന സമയത്ത് പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്ത ടോപ്പിക്സ് ആദ്യത്തെ 2-3 അറ്റംപ്റ്റ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ അറ്റംപ്റ്റ് ആയാലും ശരി, ഇനിയിപ്പോ നടക്കാൻ വേണ്ടി പോകുന്ന September 24 അറ്റംപ്റ്റ് ആയാലും ശരി, ആഡ് ഓൺ ചെയ്ത ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക. കാരണം അവിടെ നിന്നും ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സോ എനിവേ സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിക്കണം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പൊ നിങ്ങളുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു, 2-3 ദിവസം റെസ്റ്റ് എടുക്കുക. ഇനി എന്താണ്, ഇനി സാറിന്റെ ക്ലാസ് എവിടേക്കാണ് ഉണ്ടാവുക, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടോ, ഓൺലൈൻ ക്ലാസ് ഉണ്ടോ, സബ്ജക്ട്സ് എന്തൊക്കെയാണ്, അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നെക്സ്റ്റ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.